സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കോടതി പരിഗണിക്കും. മോചനം വൈകുന്നതിൽ സങ്കടമെന്ന് അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു. മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് വേദനയായി കോടതി നടപടികൾ നീളുകയാണ്. കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് റഹീമിന്റെ ഉമ്മ. ഇവിടുന്ന് ഇപ്പം ഒന്ന് വരും കഴിച്ചിടാമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പോകുന്നത്. ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തെങ്ങനെ നീട്ടുന്ന കാക്കൊന്നും അതോനെ ഇപ്പം ചോദിച്ചു നോക്കിയൂടെ. ഒന്നും ഇവിടെ ഇത്രയും പെട്ടെന്നൊന്ന് കഴിച്ചിലാക്കി തരാൻ പറ്റും. ഞാനവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങളും കൂടെ നിങ്ങളെ മോനും അവിടെ എത്തും, നിങ്ങൾ മുന്നിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഇങ്ങനെ എത്ര കാലമായിട്ട് പിന്നെ അവിടെ ഇട്ട് ഇങ്ങനെ കിടക്കും. ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്നും വധശിക്ഷ റദ്ദാക്കി 6 മാസത്തോളമായിട്ടും മോചനം നീളുന്നത് സഹിക്കാൻ കഴിയുന്നില്ലെന്നും സഹോദരൻ നസീർ. നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. നമ്മളവിടെ റഹീമിനെ കണ്ടു, എംബസിയിലൊക്കെ പോയി സംസാരിച്ചു. എംബസി ഉദ്യോഗസ്ഥരൊക്കെ നല്ലൊരു നമ്മൾ സ്വീകരണം ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 2 ആഴ്ച മാറ്റി വെച്ചു എന്ന് പറഞ്ഞത്. ഫാത്തിമയും നസീറും സൗദി ജയിലിലെത്തി അബ്ദുൾ റഹീമിനെ സന്ദർശിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. 24 കോഴിക്കോട്.